ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ മോഡൽ നോക്കുക. എ ഫംഗ്ഷൻ ഓഫ് എക്സ് റൈസ് ടു എൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സൈൻ എക്സ് റൈസ് ടു എൻ. സൈൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. സാധാരണ നമ്മൾ സൈൻ എക്സ് എന്നാണ് എഴുതുന്നത്. ഇവിടെ എഴുതിയപ്പോൾ അപ്പോൾ ഇവിടെ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. എന്നാൽ സൈൻ എക്സ് റൈസ് ടു എൻ എന്ന് വരുമ്പോൾ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് റൈസ് ടു എൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ. ഇപ്പോൾ സൈൻ വരാം, കോസ് വരാം, കോസ് എക്സ് റൈസ് ടു എൻ എന്ന് വരാം, എന്തുവേണമെങ്കിലും വരാം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പുറത്ത് ഒരു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ് റൈസ് ടു എന്നിനേക്കാളും ഒരു പവർ കുറവായിരിക്കും എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ, അതായത് ഫംഗ്ഷൻ ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് റൈസ് ടു എന്നിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് എക്സ് റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു യു. എന്നിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയും. എക്സാമ്പിളായിട്ട് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർഡ് ഡി എക്സ്. അപ്പോൾ ഇത് സൈൻ ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർഡ്. അപ്പോൾ എക്സ് റൈസ് ടു എൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് സ്ക്വയർഡ് എന്നാണ് വരുന്നത്. ഇനി ഈ ഫംഗ്ഷൻ്റെ പുറത്ത് ഒരു എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു എൻ മൈനസ് 1 വന്ന പോലെ ഇവിടെ എക്സ് ആണ് വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിനേക്കാളും ഒരു പവർ കുറവാണ് എക്സിന്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർഡിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു യു. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി യു. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dx, യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി യു. നമുക്ക് വേണ്ടത് എക്സ് ഇൻറ്റു ഡി എക്സ്, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഡി എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 2. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ സൈൻ എക്സ് സ്ക്വയറിന് പകരം യു, അപ്പോൾ സൈൻ യു ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ 2. അപ്പോൾ ഇൻറ്റു ഡി യു ബൈ 2 1/2 ഇൻ്റഗ്രൽ സൈനിന് പുറത്ത് വരും. ഇൻറ്റു സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം മൈനസ് കോസ് എന്നാണ്. അപ്പോൾ മൈനസ് കോസ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മൈനസ് 1/2 ഇൻറ്റു കോസ് യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർഡ് ആണ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ഇൻറ്റു കോസ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇവിടെ കോസ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും. പുറത്ത് എക്സ് സ്ക്വയർഡ് ഉണ്ട്. ഇവിടെ 3, ഇവിടെ 2, അപ്പോൾ ഒന്ന് കുറവാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. പുട്ട് ഈ ഫംഗ്ഷന് പകരം എക്സ് ക്യൂബിന് പകരം യു എന്ന് കൊടുക്കണം. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x സ്ക്വയർഡ് എന്ന് കിട്ടും. ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഡി യു ബൈ 3 എന്ന് കിട്ടും. എക്സ് സ്ക്വയർഡ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻ്റഗ്രൽ കോസ് യു എക്സ് ക്യൂബിന് പകരം യു എന്ന് കൊടുത്തു ഇൻറ്റു എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ 3 ഇങ്ങനെ എഴുതാം. ഇനി കോസ് യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1/3 പുറത്തെടുക്കാം. കോസ് യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1/3 സൈൻ യുവിന് പകരം എക്സ് ക്യൂബ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 1/3 സൈൻ എക്സ് ക്യൂബ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് വരും. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് ഓർഡർ ഓർത്തിരുന്നാൽ മതി, ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി.
അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഇൻറ്റു സീക്ക് സ്ക്വയർഡ് എക്സ് റൈസ്റ്റ് 4 ഡി എക്സ്. ഇവിടെ സീക്ക് സ്ക്വയർഡ് എന്നൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ അകത്ത് എക്സ് റൈസ്റ്റ് 4. അപ്പോൾ സീക്ക് സ്ക്വയർഡ് ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് റൈസ്റ്റ് 4 എന്ന് നമുക്ക് വായിക്കാം. എക്സ് റൈസ്റ്റ് 4 പുറത്ത് എക്സ് ക്യൂബ് ഉണ്ട്, 4-നേക്കാൾ 1 കുറവാണ് 3. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഈ എക്സ് റൈസ്റ്റ് 4-ന് പകരം യു എന്ന് കൊടുക്കണം. പുട്ട് എക്സ് റൈസ്റ്റ് 4 ഈസ് ഈക്വൽ ടു യു. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് റൈസ്റ്റ് 4-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 4x³ ഡി എക്സ് എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി യു എന്ന് കിട്ടും. നമുക്ക് x³ ഇൻറ്റു ഡി എക്സ് ആണ് വേണ്ടത്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x³ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 4 എന്ന് വരും. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് എക്സ് റൈസ്റ്റ് 4 എന്ന് പറയുന്ന യു ഇൻറ്റു x³ ഡി എക്സ്. x³ ഡി എക്സ് എന്ന് പറയുന്ന ഡി യു ബൈ 4 ഈക്വൽ ടു 1/4 ഇൻറ്റു, ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സീക്ക് സ്ക്വയർഡ് യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടാൻ യു എന്ന് കിട്ടും. ടാൻ യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 1/4 ടാൻ യു എന്ന് പറയുന്നത് എക്സ് റൈസ്റ്റ് 4 ആണ്, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ x² ഇൻറ്റു ഇ റൈസ്റ്റ് x³ ഡി എക്സ്. അപ്പോൾ ഇവിടെ x², ഇത് x³. x³-നേക്കാൾ 1 കുറവാണ് x². അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് x³ ഇസ് ഈക്വൽ ടു യു. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. അപ്പോൾ x² ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 3 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ്റ്റ് യു. ഇ റൈസ്റ്റ് x³ എന്ന് പറയുമ്പോൾ ഇ റൈസ്റ്റ് യു എന്ന് വരും. ഇനി x² ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു ബൈ 3. 1/3 ഇത് ഇ റൈസ്റ്റ് യു ആണ്. ഇ റൈസ്റ്റ് യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ്റ്റ് യു എന്ന് തന്നെ കിട്ടും. ഇ റൈസ്റ്റ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1/3 ഇ റൈസ്റ്റ് യു എന്ന് പറയുന്ന x³ ആണ്. അപ്പോൾ ഇ റൈസ്റ്റ് x³ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കുറേ ചെയ്ത് പഠിച്ചാൽ ഐഡിയ കിട്ടും. പിന്നെ ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സീക്ക് x² ഇൻറ്റു ടാൻ x² ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ x² എക്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ x² ഈസ് ഈക്വൽ ടു യു. പുട്ട് x² ഈസ് ഈക്വൽ ടു യു. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം രണ്ട് സൈഡിലും. x²നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഡി എക്സ്. x²നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഡി എക്സ്. യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി യു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് സീക്ക് യു എന്ന് വരും, ഇത് ടാൻ യു ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് ഡി യു ബൈ 2 എന്ന് വരും. ഈക്വൽ ടു 1/2 ഇൻറ്റു ഇത് സി ക്യൂ ടാൻ യു. സി ക്യൂ ടാൻ യുവിന് ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് സി ക്യൂ പ്ലസ് എ കോൺസ്റ്റൻറ്റ് 1/2 സീക്ക് യു എന്ന് പറയുന്നത് x². സീക്ക് x² പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് വരുന്നത്. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 2x⁴ ബൈ 1 + x⁻10 ഡി എക്സ്. ഇവിടെ x⁴ ഉണ്ട്. x⁴ വരുമ്പോൾ x⁵ x³ വരണം. ഇവിടെ x³ ഇല്ല, പിന്നെ x⁵ വരുമോ എന്ന് നോക്കാം. നമുക്കങ്ങനെയാണ്. x⁻n വരുമ്പോൾ ഇവിടെ പുറത്ത് x⁻n-1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ x⁻n-1 ആണെങ്കിൽ ഇവിടെ x⁻n വരണം. അപ്പോൾ ഇവിടെ x⁴ ആകുമ്പോൾ ഇവിടെ x⁵ വരും. അപ്പോൾ ഇവിടെ x⁵ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ x⁴ ഡി എക്സ് ബൈ 1 പ്ലസ് x⁻10ന് പകരം നമുക്ക് x⁵² എന്ന് എഴുതാം. 5 × 2 10 ആണ്. അപ്പോൾ x⁻10 എന്ന് തന്നെ വരും. അപ്പോൾ x⁻10ന് പകരം x⁵² എന്ന് എഴുതാം. ദെൻ പുട്ട് x⁵ ഇസ് ഈക്വൽ ടു യു. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക.
5x raised to 4 dx is equal to du. നമുക്ക് വേണ്ടത് x raised to 4 dx ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x raised to 4 dx എന്ന് പറഞ്ഞാൽ du by 5 എന്ന് വരും. is equal to 2 into integral x raised to 4 dx ന് പകരം du by 5 divided by 1 plus x raised to 5 ന് പകരം u. അപ്പോൾ u സ്ക്വയർഡ് എന്ന് വരും. ഈ 5 താഴെ കൊണ്ടുവരാം. അപ്പോൾ 2 by 5 എന്ന് എഴുതാം. 2 by 5 integral du by 1 plus u squared. ഇത് tan inverse u ആണ് എൻ്റെ റിസൾട്ട്. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. 1 by 1 plus x squared. അത് tan inverse x ആണ്. അപ്പോൾ ഇവിടെ u വരുമ്പോൾ tan inverse u is equal to 2 by 5 into tan inverse u plus a constant. Is equal to 2 by 5 into 2 by 5 tan inverse u ന് പകരം x raised to 5 plus a constant. ഇതൊക്കെ നിങ്ങൾ പലതവണ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലമാണ് ഇന്റഗ്രൽ x by root x squared plus a squared dx. ഇവിടെ x squared ഉണ്ട്, ഒരു പവർ കുറവ് എക്സും ഉണ്ട്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. എക്സ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും 2x എന്ന് തന്നെ കിട്ടും. അപ്പം പിന്നെ എക്സ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയറിന് പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x dx, എ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0, റൈറ്റ് സൈഡ് du. നമുക്ക് x dx വേണം, du by 2 എന്ന് വരും. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x dx എന്ന് കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ x dx ന് പകരം du by 2. ഇത് റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് u. 1 by 2 പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ du by u ന് പകരം u raised to 1 by 2. ഇതിനെ അങ്ങ് മേളിൽ കൊണ്ടുപോകും. 1 by 2 ഇൻ്റഗ്രൽ u raised to minus 1 by 2 du എന്നെഴുതാം. is equal to 1 by 2 into ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ n plus 1 x raised to n plus 1 by n plus 1 എന്നാണ്. അപ്പോൾ ഇവിടെ u raised to minus 2 plus 1 by minus 1 by 2 plus 1 plus a constant is equal to 1 by 2 into minus 1 by 2 plus 1 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, by 1 by 2. minus 1 by 2 plus 1 is 1 by 2 plus a constant. ഇത് രണ്ടും വെട്ടിപ്പോകും. പിന്നെ u raised to half, അതായത് റൂട്ട് u പ്ലസ് എ കോൺസ്റ്റൻറ്റ്. റൂട്ട് ഓഫ് u എന്ന് പറയുന്നത് എക്സ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ ഇതോടെ ആ ഫോം കഴിഞ്ഞു. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് റൈസ് ടു n dx എന്നുള്ള ഫോം കഴിഞ്ഞു. ഇതേപോലെ ഇനി 2 ഫോമും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്.